हमका बोला कि 2 करोड़ 70 लाख दो, पैसा वापस कर देते हैं। बाप रे बाप, बाप रे बाप, हम बर्बाद हो गए। 2 बेटा बेटी हमरा शादी जवान। പട്നയിൽ ലാലു പ്രസാദ് യാദവിന്റെ വീടിന് മുന്നിൽ നിന്ന് വിനീത വിജി ചേരുകയാണ്. വിനീത, മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, അതിനപ്പുറത്തേക്ക് പാർട്ടികൾക്കുള്ളിൽ പ്രശ്നങ്ങൾ, RJDയിലെ ഈ നാടകീയ രംഗങ്ങളടക്കം അതാണ് സൂചിപ്പിക്കുന്നത്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയത്തിലും കല്ലുകടികൾ തീരുന്നില്ല. തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാസഖ്യം മഹാപ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഉള്ളിൽ സഖ്യകക്ഷികൾക്കിടയിൽ ഈ സീറ്റ് ധാരണ സംബന്ധിച്ചുകൊണ്ടുള്ള തർക്കങ്ങളുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ RJD നേതാവ് അല്പസമയം മുൻപ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ലാലു പ്രസാദ് യാദവിന്റെ വസതിയാണ്. ഈ വസതിയിലാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം ഒക്കെ തന്നെ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ നേതാക്കളുടെ നിര തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണുന്നതിനും ഈ ചർച്ചകൾ നടത്തുന്നതിനും ഒക്കെയായി. അങ്ങനെ എത്തിയതാണ് മദൻ ഷാ. അദ്ദേഹം RJD നേതാവാണ്. അദ്ദേഹത്തിന് ഇത്തവണ മത്സരിക്കണമെന്നുണ്ട്. മധുബനി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല എന്നും തന്നോട് RJD MP സഞ്ജയ് യാദവ് പണം ആവശ്യപ്പെട്ടുവെന്നും പണം വാങ്ങി പലർക്കും സീറ്റ് നൽകുന്നതായും അദ്ദേഹം ആരോപിച്ചു. പിന്നാലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിന് മുന്നിലുള്ള ഈ മേഖലയിൽ നിലത്തു കിടന്ന് കരഞ്ഞ് അദ്ദേഹം വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തന്റെ വസ്ത്രം വലിച്ചു കീറി നിലത്ത് കിടന്ന് കരഞ്ഞാണ് ഈ RJD നേതാവ് പിന്നീട് ഇവിടെ നിന്ന് മടങ്ങിയത്. വലിയ ആൾക്കൂട്ടമൊക്കെ എത്തുകയും പിന്നീട് പോലീസ് വന്ന് ഇവരൊക്കെ ഇവിടെ നിന്ന് മാറണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാടകീയമായ രംഗങ്ങളാണ് ഈ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നടക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ JDU സീറ്റ് വിഭജനവുമൊക്കെയായി ബന്ധപ്പെട്ട ചില നേതാക്കൾ ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ RJDയിലും സമാനമായിട്ടുള്ള നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുൻപിലാണ്. നേതാക്കൾ ഇവിടെ വന്ന് കാത്തു നിൽക്കുകയും അതിനുശേഷം ഞങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ലെന്ന് ആരോപിച്ചവർ പ്രതിഷേധിക്കുകയും ചെയ്തത്. ആ പ്രതിഷേധം ഒരല്പം വികാരധീരനായിപ്പോയി എന്ന് കൂടി തന്നെ പറയാം, അതിരു കടന്നു എന്ന് തന്നെ പറയാം. RJD നേതാവ് നിലത്ത് കിടന്ന് ഉരുളുകയായിരുന്നു, വസ്ത്രങ്ങൾ വലിച്ചു കീറുകയായിരുന്നു. തനിക്ക് സീറ്റ് ലഭിച്ചില്ല, സഞ്ജയ് യാദവ് തന്നോട് പണം ആവശ്യപ്പെട്ടു. ഇങ്ങനെ പണം ആവശ്യപ്പെട്ട പലർക്കും സീറ്റ് നൽകിയെന്നും അവർ പണം നൽകിയെന്നും ഒക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നേതാക്കൾ ഉന്നയിക്കുന്നത്.